യോഗത്തിന് സ്വാഗതം പറയാനായി ബഹുമാനിയായ PTA പ്രസിഡന്റ് മനു പ്രദീപിനെ ക്ഷണിച്ചു. നമ്മുടെ കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട കേരളത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ, നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ സുഗത, നമുക്ക് എത്തിയിട്ടുള്ള നമ്മുടെ ബ്ലോക്ക് പ്രസിഡന്റ്, അങ്ങനെ തുടങ്ങിയ നമ്മുടെ വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ടവരെ, സദസ്സിലിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാരെ, പൂർവ്വ വിദ്യാർത്ഥികളെ, ഡോക്ടർ ലത്തീഫിനെ പോലെയുള്ള പൂർവ്വ വിദ്യാർത്ഥികളെ, പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ഏകദേശം ഒരു 4 വർഷക്കാലം കൊണ്ട് ആഗ്രഹിച്ച ഒരു നിമിഷമാണ് ഈ നിമിഷം. 4 വർഷക്കാലം, ഏകദേശം ഒരു 2021 ഏകദേശം ഒരു ജൂൺ ജൂലൈ മാസത്തിലാണ് ഇനി ഒരു കെട്ടിടമില്ലാതെ നമുക്ക് പോകാൻ കഴിയില്ല എന്ന തിരിച്ചറിവ് അതിശക്തമായി ഞങ്ങൾ രക്ഷകർത്താക്കൾക്ക് ബോധ്യപ്പെട്ടത്. കാരണം കുട്ടികളുടെ എണ്ണം കൂടി, സൗകര്യങ്ങൾ വളരെ മോശമായ സ്ഥിതിയിലായിരുന്നു. അങ്ങനെ 2021 ഒരു ജൂലൈ മാസത്തിലാണ് നമ്മുടെ ശ്രീ ബാലഗോപാൽ, നമ്മുടെ മിനിസ്റ്ററെ, നമുക്കിവിടെ അടുത്തൊരു പ്രോഗ്രാമിന് കിട്ടിയപ്പോൾ ഞങ്ങൾ ഈ കാര്യം പറഞ്ഞു. അദ്ദേഹം നമ്മുടെ സ്കൂളിൽ വന്നു, ആ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പോയി. 2021 തൊട്ടടുത്ത 2022 തന്നെ അദ്ദേഹം ഒരു പ്രപ്പോസൽ അദ്ദേഹത്തിൻ്റെ ടീമുമായിട്ട് വന്നിരുന്നു. പക്ഷെ അതൊരു 3 മുറി ക്ലാസ് റൂമിനുള്ളതായതുകൊണ്ട് നമുക്കൊരു തരത്തിൽ അത് പര്യാപ്തമല്ലാത്തതിനാണ് പിന്നീട് അത് റീവർക്ക് ചെയ്ത് ഏകദേശം 2023 തന്നെ നമുക്ക് ഒരു 1.2 കോടി രൂപയുടെ 6 ക്ലാസ് റൂമുകളുള്ള ഒരു ബിൽഡിങ്ങിന് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കിട്ടുകയായിരുന്നു 2023. 2023 എന്ന് പറയുന്നത് 2023 ഡിസംബറിലാണ് ഞങ്ങൾക്ക് കിട്ടിയത്, ഏകദേശം അവസാനം. 2024 തന്നെ നമുക്കത് ടെക്നിക്കൽ സാങ്ഷനിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു. പിന്നീട് വന്ന ഇലക്ഷനാണ് ഞങ്ങൾ ഏകദേശം ഒരു 4-5 മാസക്കാലത്തോളം ബുദ്ധിമുട്ടിച്ചത്. 2025 ഏകദേശം 2025 തുടക്കം, നമ്മുടെ ഈ വർഷത്തിൻ്റെ തുടക്കത്തിലാണ് യഥാർത്ഥത്തിൽ ഞങ്ങളിവിടെ പണി ആരംഭിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് സാധാരണഗതിയിൽ പറയാനുള്ളതിനേക്കാളും ഞങ്ങൾക്ക് പറയാനുള്ളത് വളരെ വ്യത്യസ്തമായൊരു കഥയാണ്. സാധാരണ പറയാറുള്ളത് സർക്കാർ ഓഫീസ് സംവിധാനങ്ങളോ സർക്കാർ ഓഫീഷ്യൽസുകളോ എല്ലാം വളരെ ബുദ്ധിമുട്ടോടുകൂടി അല്ലെങ്കിൽ ഒന്നും സമയത്ത് ചെയ്തു തരില്ല എന്നുള്ള ഒരു പൊതുവേ ഒരു സംസാരം എപ്പോഴും നമ്മുടെ നാട്ടിൽ എപ്പോഴും ഉണ്ടാവും. അത് മാറിയാലും ഇല്ലെങ്കിലും അല്ലെങ്കിൽ എല്ലാവരും സംസാരിക്കുന്നതാണ്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത് തികച്ചും വ്യത്യസ്തമായ കഥയാണ്. ഞങ്ങൾ ഇതിനെ സമീപിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരെല്ലാം, മന്ത്രിതലമായുള്ള ഭരണാധികാരികളെല്ലാം, ഉദ്യോഗസ്ഥരാവട്ടെ നാട്ടുകാരാവട്ടെ, സമീപിച്ചവരെല്ലാവരും വളരെ ഐക്യബോധത്തോടുകൂടി ഞങ്ങൾക്ക് വളരെ എളുപ്പം കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഏകദേശം 9 മാസ കാലയളവ് കൊണ്ടാണ് പണി പൂർത്തിയായി ഈ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനത്തിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഈ കാര്യം അറിയിക്കുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഓഫീസാവട്ടെ, നമ്മുടെ പഞ്ചായത്ത് ഓഫീസുകളാവട്ടെ എന്ന് വേണ്ട എല്ലാ ഓഫീസും, PWD ഓഫീസിലേക്കുള്ള എല്ലാവരും രാത്രി 11 മണിക്കും 12 മണിക്കും വരെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഞാനാവട്ടെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പർ ആവട്ടെ, ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഭാഗ്യം, അതിൻ്റെ ഒരു ഭാഗ്യം എന്നോളമാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കോൺട്രാക്ടറും ഞങ്ങളുടെ ഒരു അംഗം പോലെ, അംഗത്തെ പോലെ തന്നെ ഇതിൻ്റെ ഒരു വളരെ ആവശ്യകത കണ്ട് ശ്രീ ഷിബി വലിയത്തിൽ ഇതിൻ്റെ ഒരു ആവശ്യകത കണ്ട് അദ്ദേഹത്തിന് കുറച്ചും കൂടി സമയം എടുത്ത് തീർത്താൽ മതിയാകുമായിരിക്കും. പക്ഷേ ഞങ്ങളുടെ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ വളരെ അതീവ ഗുരുതര ആവശ്യമായതുകൊണ്ട് തിരിച്ചറിഞ്ഞ് വളരെ എളുപ്പത്തിൽ ആ പണി പൂർത്തിയാക്കാൻ അദ്ദേഹം കൂടി ഞങ്ങളുടെ കൂടെ ഞങ്ങളൊരാളായി നിന്നു എന്നുള്ളത് കൂടി വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇതിനുവേണ്ടി മുന്നിട്ടിറങ്ങിയ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രചോദനമാണ് നമ്മുടെ ഈ വർക്ക് എന്ന് ഞങ്ങളൊന്ന് അറിയിച്ചോട്ടെ. വളരെ സന്തോഷപ്രസരം അറിയിക്കുകയാണ്. നമ്മുടെ സ്വാഗത ആശംസയിലേക്ക് കടക്കുന്നു. ആദ്യമായിട്ട് നമുക്ക് എത്തിയിട്ടുള്ള നമ്മുടെ മുഖ്യ അതിഥി ശ്രീ കെ എൻ ബാലഗോപാൽ. നമുക്കറിയാം, കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്, നമ്മുടെ MLA ആണ്. കേരളത്തിൻ്റെ ഫിനാൻസ് മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കേരളത്തിലുള്ള എല്ലാ ജില്ലകളുടെയും എല്ലാത്തിൻ്റെയും ചുമതലയുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം വഹിക്കുന്ന അദ്ദേഹം നമ്മുടെ ഈ കൊട്ടാരക്കര മണ്ഡലത്തിൽ ഏകദേശം 1200 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. 1200 കോടി രൂപ. നമ്മുടെ കരിപ്ര പഞ്ചായത്തിലാവട്ടെ ഏകദേശം 70 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ്. അത് ഒരു മേഖല മാത്രമല്ല, അടിസ്ഥാന മേഖലയെ കൂടി കൂട്ടിച്ചേർത്ത് ഏറ്റവും ഉയർത്തി അടിസ്ഥാന മേഖലയെ കൂടി കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമവും നടത്തുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട കെ എൻ ബാലഗോപാലിൻ്റെ
നിയോജകമണ്ഡലത്തിലായത് തന്നെ നമുക്കൊരു വലിയ ഭാഗ്യമായി കരുതുന്നു. നെടുവത്തൂർ ഒരു തിയേറ്റർ വരുന്നുണ്ട്, 3 സ്ക്രീനുള്ളത്. അതൊന്നും നമ്മൾ ഒരിക്കലും സ്വപ്നം കാണാത്തതാണ്. വർക്ക് നിയർ ഹോം, ഞങ്ങളെപ്പോലുള്ള IT മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഒന്നുകിൽ എറണാകുളം അല്ലെങ്കിൽ തിരുവനന്തപുരം പോലെയുള്ളവരാണ് സാധാരണ ഞങ്ങൾക്കൊക്കെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന മേഖല. ഇവിടെ സോഫയുടെ ഒരു പാർക്ക് അദ്ദേഹത്തിൻ്റെ മുൻകൈ എടുത്ത് അത് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. വളരെ സന്തോഷകരമാണ്. പിന്നീട് അത് മാത്രമല്ല, നഴ്സിംഗ് കോളേജുകളാവട്ടെ, സ്കൂളുകൾ, പാലങ്ങൾ, ഇതേപോലുള്ള ഒരുപാട് സ്കൂളുകൾ, പാലങ്ങൾ, ഷോപ്പിംഗ് കോംപ്ലക്സുകൾ, സ്റ്റേഡിയങ്ങൾ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റുന്നതിന് ആവശ്യമായ ഏറ്റവും വലിയ തിരിച്ചറിവാണ് സ്റ്റേഡിയങ്ങൾ. പിന്നീട് ഇങ്ങനെ എല്ലാ മേഖലയിലും തൊട്ട് പോകുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനം നടത്തിയ ശ്രീ KN ബാലഗോപാലിനെ വളരെ സ്നേഹപൂർവ്വം, വളരെ അഭിമാനപൂർവ്വം നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സുവിധ നമ്മുടെ കൂടെ എല്ലാ പ്രോഗ്രാമിനും എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ പ്രസിഡന്റിൻ്റെ ചുമതല ഏറ്റത് മുതൽ നമ്മൾ ഈ വിളിക്കുന്ന എല്ലാ സംഗതികൾക്കും നമ്മളോടുകൂടി വളരെ അനുകൂലമായ അഭിപ്രായങ്ങളും നമ്മളോടുകൂടി ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നതുമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി നമ്മുടെ കൂടെയുള്ള ശ്രീ സുവിധ മാഡത്തിനെ നമുക്ക് എല്ലാവർക്കും വേണ്ടിയും നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ജയശ്രീ മാഡം എത്തിയിട്ടില്ല. ജയശ്രീ മാഡത്തിനെ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പഞ്ചായത്ത് ശ്രീ വൈസ് പ്രസിഡന്റ് നമ്മുടെ ശ്രീ ഉദയകുമാർ സഖാറിനെ, ഉദയകുമാർ പഞ്ചായത്ത് മെമ്പറിനെ, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റിനെ വളരെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. പിന്നീട് നമ്മുടെ വളരെ പ്രിയപ്പെട്ട നമ്മുടെ കുടുംബാംഗം പോലെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പറെ കുറിച്ച് പറയുമ്പോൾ, ഒരു വാർഡ് മെമ്പർ എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് ഒരുപക്ഷെ വളരെ മാതൃകാപരമായി കാണിച്ചു തന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ ശ്രീ സന്തോഷ് സാമുവിൻ്റേത്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഇത്രയും വളരെ ക്ലോസായി ഞങ്ങളുടെ കൂടെ ഒന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ നമുക്ക് ഒരുപക്ഷെ ഈ 8 മാസം 9 മാസം കൊണ്ട് ഇത്രയും വലിയ ഒരു ബിൽഡിംഗ് പൂർത്തിയാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നു എന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ ഉദ്യോഗസ്ഥരെ വിളിച്ചിട്ടുള്ളതും ഞങ്ങൾ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടിട്ടുള്ളതും കണക്കെടുത്ത് കഴിഞ്ഞാൽ 500-ൽ മുകളിൽ പ്രാവശ്യം വരും. പലരെ കുറിച്ച് വെച്ച് ഫോളോ അപ്പ് ചെയ്ത് അതിനുവേണ്ടി കൊട്ടാരക്കര പോലെയുള്ള ഓഫീസുകളിൽ കയറി ഇറങ്ങാനും അതുകൂടാതെ ഞങ്ങൾ ഫേസ് ചെയ്ത ഏറ്റവും വലിയൊരു പ്രശ്നമാണ് 2020 മുതൽ ഞങ്ങൾക്ക് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കിട്ടുമ്പോൾ ഞങ്ങൾക്ക് പഴയ ബിൽഡിംഗ് നിലവിലുണ്ടായിരുന്നു. ആ പഴയ ബിൽഡിങ്ങിൻ്റെ സ്ഥാനത്ത് വേണമെങ്കിൽ നമുക്ക് ഈ പുതിയ ബിൽഡിംഗ് കൊണ്ടുവരാം. ഞങ്ങൾക്ക് 6 ക്ലാസ് റൂമുകൾ പ്രവർത്തിക്കുന്ന ആ പഴയ ബിൽഡിംഗ് പൊളിക്കുമ്പോൾ എന്ത് ചെയ്യുമെന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. സാധാരണ സർക്കാർ സ്കൂളിൽ നടത്തൽ അത്ര എളുപ്പമല്ല. ഞങ്ങളുടെ വാർഡ് മെമ്പറിൻ്റെയും ഞങ്ങളുടെ ടീച്ചേഴ്സ് അധ്യാപികമാരാണ്. പക്ഷേ നമ്മൾ പുരുഷന്മാരെക്കാളും വളരെ സ്ട്രോങ് ആയി ഞങ്ങളുടെ കൂടെ അധ്യാപികമാർ നിന്നതിൻ്റെ കൂടി ഫലമായിട്ടാണ് ആ ബിൽഡിംഗ് നമുക്ക് പൊളിച്ച് നമ്മുടെ ഒരു ടെമ്പററി ഷെഡ്, നിങ്ങൾ ഈ മുന്നിൽ കാണുന്ന ഒരു ടെമ്പററി ഷെഡിലാണ് 2 വർഷക്കാലത്തോളം ആ അധ്യാപികമാർ നമ്മുടെ കുട്ടികളെ ഒരു തരത്തിലുള്ള കോംപ്രമൈസിനും തയ്യാറാവാതെ 2 വർഷക്കാലം നോക്കിയത്. അതിന് അവർ തന്നിട്ടുള്ള പിന്തുണ എത്രയും വലുതാണ്. അപ്പോൾ അങ്ങനെ വലിയൊരു റിസ്ക് ഞങ്ങൾ എടുത്തതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾക്ക് ഇന്ന് ഈ ഒരു ബിൽഡിംഗ് ഞങ്ങൾക്കിവിടെ ഉണ്ടായിട്ടുള്ളത്. അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കിട്ടി, ടെക്നിക്കൽ സാങ്ഷൻ ആകുമ്പോഴേക്കും ആ ബിൽഡിംഗ് പൊളിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. നമ്മുടെ പ്രിയപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികളാവട്ടെ, നാട്ടിലെ പ്രമുഖരാവട്ടെ, എല്ലാവരും ഞങ്ങളുടെ കൂടെ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഏകദേശം നാട്ടിൽ നിന്നാണ് പൈസ കണ്ടെത്തി 2-2 ലക്ഷം രൂപയുടെ പൈസ കണ്ടെത്തിയിട്ടാണ് പഴയ ബിൽഡിങ്ങിൻ്റെ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ആ ബിൽഡിംഗ് ഞങ്ങൾ അവിടെ സംഘടിപ്പിച്ചത്. അത് വളരെ വലിയ ഞങ്ങൾക്കൊരു സമ്മർദ്ദം ഞങ്ങൾ അനുഭവിച്ച ഒരു സന്ദർഭമായിരുന്നു. ഈ അടുത്തുള്ള അല്ലെങ്കിൽ ബാക്കിയുള്ള അൺഎയ്ഡഡ് പോലെയുള്ള വിദ്യാലയങ്ങൾ ആ സമയത്ത് ഞങ്ങളുടെ കുട്ടികളെ കൊണ്ടുപോയി കളയുമോ എന്നൊക്കെയുള്ള പേടി ഞങ്ങളുടെ മനസ്സിൽ വളരെ ശക്തമായിരുന്നു. പക്ഷേ ഒരൊറ്റ ആൾ പോലും പോയില്ലെന്ന് മാത്രമല്ല, കൂടുതൽ കുട്ടികൾ വരികയാണ് ചെയ്തത്. ആ കാലയളവിൽ ശാസ്ത്രമേളയാവട്ടെ, കലാകായികമേളയാവട്ടെ, ശാസ്ത്രമേളകളിലും കലോത്സവങ്ങളിലും വെളിയം ഉപജില്ലയിലെ 54 സ്കൂളുകളുമായി മത്സരിച്ച് ആ കാലയളവിൽ പോലും ജനറൽ വിഭാഗത്തിൽ 4ാം സ്ഥാനവും അറബി വിഭാഗത്തിൽ 1ാം സ്ഥാനവും കരസ്ഥമാക്കി ഞങ്ങളുടെ സ്കൂള്. അപ്പോൾ
അത്രയും വളരെ നെഗറ്റീവ് സാഹചര്യങ്ങളെ പോലും അതിജീവിച്ചാണ് ഞങ്ങൾ ഈ ഒരു ഘട്ടത്തിലേക്ക് വന്നിട്ടുള്ളത് എന്നുള്ളത് വളരെ ഒരു സന്തോഷകരമായ അവസരമാണ്. ഇതിനെല്ലാം നമ്മുടെ കൂടെ നിന്നിട്ടുള്ള ഒരാളാണ്, ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ സന്തോഷ് സാമുവൽ. അദ്ദേഹത്തെ വളരെ 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 പറയാൻ വാക്കുകളില്ല, വളരെ സ്നേഹത്തോടെ അദ്ദേഹം ആവണം ഇനിയും നമ്മുടെ ഈ തുടർന്നുള്ള എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുന്നതെന്ന് കൂടി ആഗ്രഹിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യുന്നു. ഇനി നമ്മുടെ പ്രിയപ്പെട്ട ത്യാഗരാജൻ സാറിനെ കുറിച്ച് പറയുമ്പോൾ ഈ സ്കൂള് ഏകദേശം 20 വർഷങ്ങൾക്ക് മുൻപ് 2002-2005 കാലഘട്ടത്തിനുള്ളിൽ അടച്ചു പൂട്ടാൻ തീരുമാനിച്ചിരുന്ന സ്കൂളാണ്. പോലീസ് സ്റ്റേഷനാക്കാൻ വേണ്ടി ലിസ്റ്റിൽപ്പെടുത്തിയിരുന്നതാണ്. ഒരു കാലത്ത് വന്നിരുന്ന വികലമായ നയമായിരുന്നു ലാഭകരമല്ലാത്ത സ്കൂളുകൾ അടച്ചു പൂട്ടാൻ. അങ്ങനെ ഞങ്ങളുടെ സ്കൂൾ പെട്ടു. അന്ന് ഉണ്ടായതാണ്, അന്ന് നമ്മുടെ കൂടെ മുന്നിൽ നിന്നതാണ് ത്യാഗരാജൻ സാറിനെ പോലെയും മളന്തോട് രാധാകൃഷ്ണനെ പോലെയുള്ള ഒരുപാട് പേർ. അതിനകത്ത് ഏറ്റവും നേതൃത്വപരമായ പങ്കുവഹിച്ച വ്യക്തിത്വമാണ് നമ്മുടെ ജി ത്യാഗരാജൻ സാർ. അത് വളരെ ദിശാബോധത്തോടുകൂടി ഒരു പൊതുവിദ്യാലയം നാട്ടിൽ ഉണ്ടാവേണ്ടതിൻ്റെ ആവശ്യകത തിരിച്ചറിഞ്ഞ ശ്രീ ത്യാഗരാജൻ സാറിനെ പോലെയുള്ളവർ അന്ന് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. പഞ്ചായത്തിൽ നിന്നുള്ള എല്ലാ സഹായ ഹസ്തവും ഞങ്ങൾക്ക് നേരെ നീട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ത്യാഗരാജൻ സാറിനെ വളരെ സ്നേഹപൂർവ്വം ഞങ്ങളുടെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ ശ്രീ ഗീതാകുമാരി ചെയർപേഴ്സണാണ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. ചെയർപേഴ്സണെ നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി ടി സന്ധ്യാഭാഗി ചെയർപേഴ്സൺ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാണ്. ശ്രീ സന്ധ്യാഭാഗി മാഡത്തിനെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീ ടി എസ് ഓമനക്കുട്ടൻ ചെയർമാൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, സ്നേഹപൂർവ്വം ടി എസ് ഓമനക്കുട്ടനെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ MS ശിവപ്രസാദ് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇനി നമുക്ക് PS പ്രശോഭ, നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. ഈ പ്രോഗ്രാമിൻ്റെ ഈ സ്കൂളിൻ്റെ 2023 അഡ്മിനിസ്ട്രേറ്റീവ് AS കിട്ടുന്നത് മുതൽ ഞങ്ങളുടെ കൂടെ ഒരുപാട് പ്രാവശ്യം, പല പ്രാവശ്യവും കൊട്ടാരക്കര പോകാനും, കൊട്ടാരക്കരയാണെങ്കിലും ഓഫീസേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ പൂർണ്ണ മനസ്സോടെ ഏകദേശം ആ കാലയളവ് മുഴുവൻ, പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കാലയളവ് മുഴുവൻ ഇതിപ്പോഴും ഞാൻ തുടരുന്നത് വളരെയധികം സപ്പോർട്ട് ചെയ്തിരുന്നതാണ്. ഒരു പൊതുവിദ്യാലയത്തിൻ്റെ ആവശ്യകത തിരിച്ചറിഞ്ഞ ശ്രീമതി PS പ്രശോഭയെ വളരെ സ്നേഹപൂർവ്വം ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ S ഓമനക്കുട്ടൻപിള്ള മുൻ വൈസ് പ്രസിഡന്റാണ്. ശ്രീ S ഓമനക്കുട്ടൻപിള്ളയെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി ഷീബ സജി, ശ്രീമതി ഉഷ A, ശ്രീമതി ഗീതാമണി, ശ്രീമതി ഷീബ സജി, ശ്രീമതി ഉഷ A, ശ്രീമതി ഗീതാമണി, ശ്രീ PK അനിൽകുമാർ, ശ്രീ Y റോയി, ശ്രീമതി സുനിത കുമാരി, ശ്രീ CG തിലകൻ, ശ്രീമതി സിന്ധു ഓമനക്കുട്ടൻ, ശ്രീമതി MA റൈച്ചൽ, നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് മെമ്പർമാരാണ്. ഇവരെ വളരെ സ്നേഹത്തോടെ നമ്മുടെ കരിപ്പുറ പഞ്ചായത്തിലെ വാർഡ് മെമ്പർമാരെ വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ AEO ശ്രീമതി സുഖിത BK വന്നിട്ടില്ല. സുഖിത BK, ശ്രീമതി ലേഖ TS, ശ്രീ ഷിബി എസിനെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഒരുപക്ഷെ ഞങ്ങളുടെ കൂടെ കിട്ടിയ ഒരു പുതിയ കുടുംബാംഗമാണ്. അദ്ദേഹത്തിൻ്റെ വളരെ സ്നേഹപൂർവ്വമായിട്ടുള്ള പരിഗണന കൊണ്ടായിരിക്കണം ഇത് ഈ 8 മാസം 9 മാസങ്ങളെ കൊണ്ട് വളരെ കൃത്യമായി എല്ലാവിധ സംഗതികളും കൃത്യമായി നടത്തിക്കൊണ്ട് വളരെ കാര്യപ്രാപ്തിയോടുകൂടി അദ്ദേഹത്തിന് ഇത് പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിന് വലിയൊരു നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിച്ചുകൊള്ളട്ടെ. സ്വാഗതം ആശംസയോടുകൂടി നന്ദി കൂടി അറിയിച്ചുകൊള്ളു. ശ്രീമതി മണിയമ്മ ടീച്ചറിൻ്റെ സ്കൂളാണോ ഇതെന്ന് ഒരു കാലത്ത് ചോദിച്ചിരുന്നു. ഇടയിലടുക്കത്ത് സ്കൂളെന്ന് പറയുമ്പോൾ ശ്രീമതി മണിയമ്മ ടീച്ചറിൻ്റെ സ്കൂളാണോ എന്ന് ചോദിക്കുന്ന അവസരം ഉണ്ടായിരുന്നു. ഇതേപോലെ വളരെ കുറച്ച് കുട്ടികളായിരുന്ന സമയത്ത് ഈ സ്കൂളിനെ മുമ്പിൽ നിന്ന് നയിച്ചതിൽ പ്രധാനപ്പെട്ടവരാണ് നമ്മുടെ ശ്രീമതി മണിയമ്മ ടീച്ചറിനെ വളരെ സ്നേഹപൂർവ്വം നമ്മുടെ ഈ
പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മുൻ HM ശ്രീമതി ലൂസി വി പണിക്കർ ടീച്ചറിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ അബ്ദുൾ സമദ് SSG മെമ്പറാണ്. അദ്ദേഹത്തിന് മക്കൾ ഇവിടുന്ന് പോയിട്ട് ഏകദേശം 5-8 വർഷമായി. പക്ഷെ ഇപ്പോഴും നമ്മുടെ PTA മെമ്പറാണ്. PTA മെമ്പറെക്കാളും PTA പ്രസിഡന്റിനേക്കാളും എല്ലാ കാര്യത്തിനും ഈ സ്കൂളിൻ്റെ ഓരോ കാര്യങ്ങൾക്കും സമയം കണ്ടെത്തി ഈ ഒരു പൊതുവിദ്യാലയത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ശ്രീ അബ്ദുൾ സമദ് സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ശ്രീ മടന്തകോട് രാധാകൃഷ്ണൻ, അദ്ദേഹം എത്തിയിട്ടില്ല. ത്യാഗരാജൻ സാറിനൊക്കെ അറിയാമായിരിക്കും. ഒരുപക്ഷെ ഈ നാട്ടിൽ 2005 കാലഘട്ടത്തിൽ ഈ സ്കൂളിൻ്റെ നിലനിൽപ്പിന് വേണ്ടി രക്ഷകർത്താക്കൾക്ക് ബോധവൽക്കരണം നടത്താൻ പോലും ഒരുപാട് പകലും രാത്രിയും എന്നോണം പൊതുപ്രവർത്തനം നടത്തിയിട്ടുള്ളവരാണ് ശ്രീ മടന്തകോട് രാധാകൃഷ്ണൻ. ഞങ്ങളുടെ ഈ സ്കൂളിൻ്റെ ഒരു വളരെ വലിയ ഉയർച്ചയിലെത്തുന്ന ഉയർച്ചയിലെത്തുന്ന ഈ അവസരത്തിൽ ഞങ്ങൾക്ക് മുൻപേ നടന്ന് വഴി കാണിച്ച എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീ മടന്തകോട് രാധാകൃഷ്ണനെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അഡ്വക്കേറ്റ് ഈ നജീബുദ്ദീൻ ഞങ്ങളുടെ അയൽവക്കക്കാരനാണ്, അയൽവക്കമാണ്. എല്ലാ കാര്യത്തിനും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സാറിനെയാണ് ഞങ്ങൾ വിളിക്കുക. സാറിനെ വളരെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ NK ബാബു, അദ്ദേഹത്തിനെ ഞങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ സ്വാഗതം ഇതോടുകൂടി നമ്മുടെ സ്വാഗത വേദിയിലുള്ളവരും അത് കഴിഞ്ഞ് നമ്മുടെ ഈ പ്രോഗ്രാമിലെത്തിയിട്ടുള്ള ഡോക്ടർ ലത്തീഫിനെ പോലെയുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ, അതുമാത്രമല്ല നമ്മുടെ കൂടെ ഈ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഒരു പൂർവ്വ വിദ്യാർത്ഥി ലഫ്റ്റനന്റ് ജനറലായിട്ടാണ് റിട്ടയർ ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് കഴിഞ്ഞാൽ 3ാമത്തെ റാങ്കാണ് ഇന്ത്യയിൽ ലഫ്റ്റനന്റ് ജനറൽ. അപ്പോൾ അങ്ങനെ ഒരാളുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. ഒരുപാട് പൊസിഷനിൽ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഡോക്ടർ ലത്തീഫ് ഒരു ഉദാഹരണമാണ്. ഡോക്ടർ ലത്തീഫ് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ ഇതേപോലുള്ള ഒരുപാട് പേര് പഠിച്ചിട്ടുള്ള ഒരു വിദ്യാലയമാണ്. ഈ വിദ്യാലയം ഇനിയും കെടാതെ സൂക്ഷിക്കേണ്ടത് ഈ നാട്ടുകാരുടെ കൂടി ആവശ്യമാണ്, നമ്മൾ ഓരോരുത്തരുടെയും ആവശ്യമാണ്. ഇത് തിരിച്ചറിഞ്ഞാണ് ഞങ്ങൾ ഇതിന് മുൻനിരയിൽ നിന്നിട്ടുള്ളത്. ഇതിനുവേണ്ടി എത്തിച്ചേർന്ന എല്ലാ രക്ഷകർത്താക്കളെയും, നാട്ടുകാരെയും, സഹോദരി സഹോദരന്മാരെയും, ഈ പറയുന്ന വിദ്യാർത്ഥികളെയും സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.